Welcome to Shida's Talk. Hello everyone. Today I'm going to help you to study Class 9 Unit 2 Dreams Realized Activities. ഇന്ന് നമ്മൾ 9ാം ക്ലാസ്സിൻ്റെ രണ്ടാമത്തെ യൂണിറ്റിലുള്ള ഡ്രീംസ് റിയലൈസ്ഡ് എന്ന പാഠഭാഗത്തുള്ള ആക്ടിവിറ്റീസാണ് നോക്കാൻ പോകുന്നത്. അതിൽ ലെറ്റ്സ് റിവൈൻഡ് എന്ന ഭാഗത്തുള്ള ക്വസ്റ്റ്യൻ ആൻസറും പിന്നെ ലെറ്റ്സ് റിഫ്ലക്റ്റ് എന്ന ഭാഗത്തുള്ള ഇൻട്രൊഡക്ഷൻ, റൈറ്റ് അപ്പ്, ഇൻ്റർവ്യൂ ക്വസ്റ്റ്യൻ. ഇതാണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത്. ഓക്കെ ഡിയേഴ്സ്, നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലേക്ക് കിടക്കാം. നമ്മൾ ഇന്ന് നോക്കാൻ വേണ്ടി പോകുന്നത് ഡ്രീംസ് റിയലൈസ്ഡ് എന്ന പാഠഭാഗത്തുള്ള ആക്ടിവിറ്റീസാണ്. അപ്പോൾ ഇവിടെ ലെറ്റ്സ് റിവൈൻഡ് എന്ന ഭാഗത്ത് ഫസ്റ്റുള്ള ക്വസ്റ്റ്യൻ എന്താണ്? കംപ്ലീറ്റ് ദ ടേബിൾ ബിലോ. അപ്പോൾ അക്കോർഡിംഗ് ടു ഗാന്ധിജിയുടെ അഭിപ്രായത്തിൽ നോൺ വയലൻസ് എന്താണ്, റിയൽ എഡ്യൂക്കേഷൻ എന്താണ് എന്നാണ് നമ്മൾ പറയേണ്ടത്. അപ്പോൾ നമുക്ക് എന്തൊക്കെ കാര്യങ്ങളാണ് ആ ബോക്സിൽ എഴുതാൻ പറ്റുക എന്നുള്ളത് നമുക്ക് നോക്കാം. ആൻസർ നമുക്ക് നോൺ വയലൻസ് എന്ന് പറഞ്ഞാൽ എന്തൊക്കെയാണ്? ഗാന്ധിജിയുടെ അഭിപ്രായത്തിലാണ് നോ വെപ്പൺ ഓഫ് ദ വീക്ക് ബട്ട് ഓഫ് ദ സ്ട്രോങ്ങസ്റ്റ്, ദ വെപ്പൺ ഓഫ് ദോസ് ഹു ആർ സ്ട്രോങ് അറ്റ് ഹാർട്ട്, ദ അൺബ്രേക്കബിൾ റിസോൾവ് ടു വിത്ത്സ്റ്റാൻഡ് ദ ബ്ലോസ് ഓഫ് യുവർ അഡ്വസറീസ് ആൻഡ് നോട്ട് ടു റിറ്റാലിയേറ്റ്. അപ്പോൾ ഇതൊക്കെയാണ് നോൺ വയലൻസ് എന്ന് പറഞ്ഞാൽ ഗാന്ധിജിയുടെ അഭിപ്രായത്തിൽ. ഇതൊന്നും വീണ്ടും ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല, ഓൾറെഡി നമ്മൾ ടെക്സ്റ്റ് എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ തന്നെ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ്. അതുകൊണ്ട് വീണ്ടും എക്സ്പ്ലെയിൻ ചെയ്ത് വെറുതെ ടൈം കളയുന്നില്ല. ദെൻ റിയൽ എഡ്യൂക്കേഷൻ, ഗാന്ധിജിയുടെ അഭിപ്രായത്തിൽ റിയൽ എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? നോട്ട് പാക്കിംഗ് ദ ബ്രെയിൻ വിത്ത് ഫാക്ട്സ് ആൻഡ് ഫിഗേഴ്സ്, നോട്ട് പാസിംഗ് എക്സാമിനേഷൻ ബൈ റീഡിംഗ് ന്യൂമറസ് ബുക്സ്, ഡെവലപ്പിംഗ് വൺസ് ക്യാരക്ടർ. അപ്പോൾ ഇതാണ് ഈ രണ്ട് ബോക്സിലായിട്ട് നമ്മൾ എഴുതേണ്ടുന്ന ആൻസർ. അതിന് നെക്സ്റ്റ് നമുക്ക് സെക്കൻഡ് ക്വസ്റ്റ്യൻ നോക്കാം. എന്താണ് നമ്മുടെ സെക്കൻഡ് ക്വസ്റ്റ്യൻ? എന്താ ആ ഭാഗത്തുള്ളത്? വാട്ട് ഈസ് ഗാന്ധിജീസ് മെസ്സേജ് ഓഫ് നോൺ വയലൻസ് ടു ദ യൂത്ത്? അപ്പോൾ യുവാക്കളോട് ഗാന്ധിജിയുടെ നോൺ വയലൻസിനെ കുറിച്ചുള്ള മെസ്സേജ് എന്താണെന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ അതിനെന്താ നമ്മൾ ആൻസർ പറയുക? If the possibility of non-violence are explored, one would find that without character, it would prove a profitless study. For the movement in India to attain its natural goal of independence, the intellectual sympathy of the whole world was needed. നമ്മുടെ ടെക്സ്റ്റിലുള്ള ഭാഗങ്ങൾ തന്നെയാണ് പറയുന്നത്. അതായത് ഗാന്ധിജി യുവാക്കളോട് നോൺ വയലൻസിനെ കുറിച്ച് പറഞ്ഞ കാര്യങ്ങളാണ് ചോദിക്കുന്നത് അല്ലേ. അപ്പോൾ നോൺ വയലൻസിൻ്റെ സാധ്യതകൾ നമ്മൾ എക്സ്പ്ലോർ ചെയ്യുകയാണെങ്കിൽ നമുക്ക് എന്ത് കണ്ടെത്താൻ വേണ്ടി പറ്റും? വിത്തൗട്ട് ക്യാരക്ടർ ഇറ്റ് വുഡ് പ്രൂവ് എ പ്രോഫിറ്റ്ലെസ് സ്റ്റഡി അല്ലേ. ക്യാരക്ടർ ഇല്ലാത്ത ആ ഒരു വിദ്യാഭ്യാസം എന്ന് പറയുന്നത് എന്താണ്? അതായത് സ്വഭാവ രൂപീകരണമില്ലാത്ത വിദ്യാഭ്യാസം എന്ന് പറയുന്നത് ഒരു പ്രോഫിറ്റ്ലെസ് സ്റ്റഡിയാണ്. ഫോർ ദ മൂവ്മെൻറ്റ് ഇൻ ഇന്ത്യ ടു അറ്റെയിൻ ഇറ്റ്സ് നാച്ചുറൽ ഗോൾ ഓഫ് ഇൻഡിപെൻഡൻസ്, ദ ഇൻ്റലക്ച്വൽ സിമ്പതി ഓഫ് ദ ഹോൾ വേൾഡ് വാസ് നീഡഡ് അല്ലേ. അതായത് നമ്മുടെ ഈ ഒരു മൂവ്മെൻറ്റിൽ ഇന്ത്യയുടെ ഈ ഒരു ഇൻഡിപെൻഡൻസ് എന്ന ആ ഒരു ഗോളിൽ അല്ലേ, സ്വതന്ത്ര ഇന്ത്യ എന്നുള്ള ആ ഒരു ഗോളിൽ എന്ത് വേണം? ബൗദ്ധികമായിട്ടുള്ള ആ ഒരു സിമ്പതി, എല്ലാ രാജ്യങ്ങളുടെയും ബൗദ്ധികമായിട്ടുള്ള ആ ഒരു സിമ്പതി ആവശ്യമുണ്ട്. അപ്പോൾ ഇത് രണ്ടുമാണ് ഗാന്ധിജി നോൺ വയലൻസ്, യുവാക്കളോട് നോൺ വയലൻസിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്ന കാര്യങ്ങൾ. ദെൻ നമ്മുടെ തേർഡ് ക്വസ്റ്റ്യൻ എന്തായിന്? Third question, Gandhiji is of the opinion that real education caters to the development of one's character. How far is this true of yourself? Explain based on your own experience. നിങ്ങളുടെ തന്നെ സ്വന്തം എക്സ്പീരിയൻസ്, അഭിപ്രായത്തിലാണ്, അനുഭവത്തിലാണ് ഇത് പറയേണ്ടത് അല്ലേ. ഗാന്ധിജി എന്ത് പറഞ്ഞിട്ടുണ്ട്? ഗാന്ധിജിയുടെ അഭിപ്രായത്തിൽ റിയൽ എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് റിയൽ എഡ്യൂക്കേഷൻ കാറ്റേഴ്സ് ടു ദ ഡെവലപ്മെൻറ്റ് ഓഫ് വൺസ് ക്യാരക്ടർ. ഒരാളുടെ സ്വഭാവ രൂപീകരണം തന്നെയാണ് യഥാർത്ഥ എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് അല്ലേ. ഹൗ ഫാർ ഈസ് ദിസ് ട്രൂ ഓഫ് യുവർ സെൽഫ്? നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ പറയുന്ന ഈ ഒരു ഫാക്റ്റിന്, ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റിന് എത്രമാത്രം സത്യമുണ്ട് എന്നുള്ള കാര്യങ്ങളാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? നമ്മുടെ സ്വന്തം അഭിപ്രായമായിട്ട് എഴുതേണ്ടത്. അപ്പോൾ ഇതിന് നമുക്ക് എങ്ങനെയാണ് ആൻസർ എഴുതാൻ പറ്റുക? ഗാന്ധിജി ബിലീവ്ഡ് ദാറ്റ് റിയൽ എഡ്യൂക്കേഷൻ ഡെവലപ്പ് വൺസ് ക്യാരക്ടർ. In my experience, this is true as our school emphasizes values like honesty,
empathy and responsibility through both curriculum and co-curricular activities. This holistic approach helps us grow into good individual. അല്ലേ, ഗാന്ധിജി എന്താണ് വിശ്വസിക്കുന്നത്? റിയൽ എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് ഒരാളുടെ ക്യാരക്ടർ അല്ല, ഒരാളുടെ സ്വഭാവ രൂപീകരണം എന്ന് പറയുന്നതാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം നമ്മുടെ എക്സ്പീരിയൻസിൽ നമുക്ക് സ്കൂളിൽ നിന്ന് പാഠ്യേതര വിഷയവുമായി ബന്ധപ്പെട്ടിട്ട് ഹോണസ്റ്റിയും പിന്നെ ഹോണസ്റ്റി, പിന്നെ ഏതൊക്കെ വാല്യൂസ് നമുക്ക് കിട്ടുന്നുണ്ട്, എമ്പതി, റെസ്പോൺസിബിലിറ്റി, ഇതൊക്കെ നമുക്ക് ലഭിക്കുന്നുണ്ട് അല്ലേ. അതുകൊണ്ട് ഈ എല്ലാ സകല നന്മകളും ഉൾക്കൊള്ളുന്ന ആ ഒരു വിദ്യാഭ്യാസ സമ്പ്രദായം അല്ലേ, ദിസ് ഹോളിസ്റ്റിക് അപ്രോച്ച് ഹെൽപ്പ് us ടു ഗ്രോ ഇൻ എ ഗുഡ് ഇൻഡിവിജ്വൽ. അപ്പോൾ ഈ സകല നന്മകളും ഉൾക്കൊള്ളുന്ന ഈ ഒരു വിദ്യാഭ്യാസ സമ്പ്രദായം നമ്മളെ നല്ലൊരു ഇൻഡിവിജ്വലാക്കി തീർക്കുന്നുണ്ട് അല്ലേ, നമ്മളെ നല്ല രീതിയിൽ വളരുന്നതിന് വേണ്ടി സഹായിക്കുന്നുണ്ട്. അപ്പോൾ അത് ഞാൻ എൻ്റെതായ ഒരു അഭിപ്രായത്തിൽ പറഞ്ഞു. അതിന് നിങ്ങൾക്കും നിങ്ങളുടേതായ രീതിയിൽ ആ ഒരു കാര്യങ്ങൾ എഴുതാം. അതിന് നെക്സ്റ്റ് ഫോർത്ത് ക്വസ്റ്റ്യൻ എന്താണ്? ഓക്കെ, ഫോർത്ത് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ഗാന്ധിജീസ് ജസ്റ്റിഫിക്കേഷൻ ഫോർ ദ യൂസ് ഓഫ് ദി സ്പിന്നിങ് വീല് അല്ലേ? വാട്ട് ഈസ് ഗാന്ധിജീസ് ജസ്റ്റിഫിക്കേഷൻ ഫോർ ദ യൂസ് ഓഫ് സ്പിന്നിങ് വീല്? ആ ഒരു ചർക്ക, സ്പിന്നിങ് വീൽ മീൻസ് ചർക്ക, ആ ചർക്ക ഉപയോഗിക്കുന്നതിന് ഗാന്ധിജിയുടെ ആ ഒരു ന്യായീകരണം എന്താണെന്നാണ് ചോദിക്കുന്നത് അല്ലേ. അപ്പോൾ അതിന് നമ്മളെങ്ങനെ ആൻസർ പറയാം? ഓക്കെ, അതിന് നമ്മളിപ്പോൾ ആൻസർ പറയുന്നത് ഈ ഒരു രീതിയിലാണ്. The 6 months unemployment of the whole peasant population of India made it necessary for Gandhiji to make the peasants start using the spinning wheel again. അതായത് 6 മാസം ഉണ്ടായിരുന്ന ആ ഒരു കർഷകരുടെ ആ ഒരു തൊഴിലില്ലായ്മ അത് പരിഹരിക്കാൻ വേണ്ടി ഗാന്ധിജി കണ്ടെത്തിയത് എന്താണ്? ഈ ഒരു സ്പിന്നിങ് വീല് ഉപയോഗിക്കുക എന്നുള്ളതായിരുന്നു ഗാന്ധിജി കണ്ടെത്തിയ ഒരു ആശയം. ഗാന്ധിജി said, in cloth and food every nation should be self-contained. We are self-contained and want to be so again. അപ്പോൾ ഈ ക്ലോത്തിൻ്റെയും ഫുഡിൻ്റെയും കാര്യത്തിൽ എല്ലാ രാജ്യവും സ്വയം പര്യാപ്തമാവണം. അതുകൊണ്ട് തന്നെ നമ്മളും എന്തായിരുന്നു, ഒരു കാലത്ത് സ്വയം പര്യാപ്തമായിരുന്നു. അതുകൊണ്ട് തുടർന്നും അങ്ങോട്ട് അങ്ങനെ തന്നെ ആവണം. അതിനു വേണ്ടിയിട്ടാണ് ഈ ഒരു യന്ത്രവൽക്കരണത്തിന് എതിരെ നിന്നുകൊണ്ട് ഗാന്ധിജി എന്ത് ചെയ്തത്? ഈ ഒരു ചർക്ക, സ്പിന്നിങ് വീലിൻ്റെ ഉപയോഗം അത് നിലനിർത്തി പോരണം എന്നുള്ള ഒരാശയം ജനങ്ങളിലേക്ക് കൊണ്ടുവന്നത്. അങ്ങനെ നമ്മുടെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താ? നെക്സ്റ്റ് ഓക്കെ, നെക്സ്റ്റ് ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ, ഡിസ്ക്രൈബ് ദ മീറ്റിംഗ് ബിറ്റ്വീൻ ഗാന്ധിജി ആൻഡ് ചാപ്ലിൻ. ഗാന്ധിജിയും ചാപ്ലിൻ തമ്മിലുള്ള ആ ഒരു മീറ്റിംഗ്. അപ്പോൾ അതിന് നമ്മൾ എന്താ ആൻസർ പറയാം? When Gandhiji was told that Mr. Charlie Chaplin would like to see him, he innocently asked who that distinguished person was. ഇതൊക്കെ നമ്മുടെ ടെക്സ്റ്റിലെ കാര്യങ്ങളാണ് അല്ലേ. ചാർലി ചാപ്ലിൻ ഗാന്ധിജിയെ കാണണമെന്ന് പറഞ്ഞപ്പോൾ വളരെ ഇന്നസെൻ്റ് ആയിട്ട് തന്നെ അദ്ദേഹം ആരാഞ്ഞിട്ടുണ്ടായിരുന്നു അതാരാണ് ആ ഒരു മഹത് വ്യക്തി എന്നുള്ള കാര്യം. But as soon as he was told that Mr. Chaplin came from among the people and lived for the people and that he made million laugh, he gladly agreed to meet him. അപ്പോൾ സാധാരണ ജനങ്ങളിൽ നിന്ന് വന്നൊരു മനുഷ്യനാണെന്നും സാധാരണക്കാർക്ക് വേണ്ടി ജീവിക്കുകയും കോടിക്കണക്കിന് ആളുകളെ അദ്ദേഹത്തിൻ്റെ ഫിലിമിലൂടെ ചിരിപ്പിക്കുകയും ചെയ്യുന്ന വ്യക്തിയാണെന്ന് അറിഞ്ഞപ്പോൾ ഗാന്ധിജി എന്ത് ചെയ്തിട്ടുണ്ട്? അവരെ മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള അനുവാദം നൽകിയിട്ടുണ്ട് അല്ലേ. ഇതാണ് ആ ചാപ്ലിനും ഗാന്ധിജിയും തമ്മിലുള്ള ആ ഒരു മീറ്റിങ്ങിൻ്റെ ആ ഒരു വിവരണം അവർ കാണാനിടയുണ്ടായ. അതായത് ഈ ഒരു മീറ്റിങ്ങിൽ വെച്ച് നമുക്ക് ഒന്നും കൂടെ വിശദമാക്കി എഴുതണമെങ്കിൽ ഈ ഒരു മീറ്റിങ്ങിലെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ചാപ്ലിൻ ചോദിച്ച ആ ഒരു നമ്മുടെ സ്പിന്നിങ് വീലിനെ കുറിച്ചും അതിൻ്റെ ഗാന്ധിജിയുടെ മറുപടിയൊക്കെ പറഞ്ഞിട്ട് നമുക്ക് ആ രീതിയിലും എഴുതാം. ജസ്റ്റ് നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ഇത് തന്നെ പലതും നമ്മൾ ആവർത്തിച്ച് എഴുതുന്നുണ്ട്. അതുകൊണ്ട് ജസ്റ്റ് ഇതിൻ്റെ ഈ ഒരു കണ്ടൻറ്റ് മാത്രം പറഞ്ഞതേ ഉള്ളൂ. അതിന് നമുക്ക് ഇതിലുള്ള അടുത്ത ആക്ടിവിറ്റി ഏതാണെന്ന് നോക്കാം. അടുത്തതായി നമുക്ക് ലെറ്റ്സ് റീകോൾ ആൻഡ് റിക്രിയേറ്റ് എന്ന ഭാഗത്തുള്ള ആക്ടിവിറ്റീസ് നോക്കാം. ഇതിലുള്ള ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താ? യു ആർ ഇൻവൈറ്റഡ് ടു ഇൻട്രൊഡ്യൂസ് ദ ലെസൺ ഡ്രീംസ് റിയലൈസ്ഡ് ഫോർ ആൻ എപ്പിസോഡ് ടു ബി ടെലികാസ്റ്റ് ബൈ കൈറ്റ് വിക്ടേഴ്സ് ടെലികാസ്റ്റ് ചെയ്യുന്ന ഒരു എപ്പിസോഡിലേക്ക് ഡ്രീംസ് റിയലൈസ്ഡ് എന്ന പാഠഭാഗത്തെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നിങ്ങളെ ഇൻവൈറ്റ് ചെയ്യുന്നു, നിങ്ങളെ ക്ഷണിക്കുന്നു അല്ലേ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യുന്നു? നോട്ട് ദ മേജർ പോയിൻറ്റ്സ് ആൻഡ് പ്രിപ്പയർ യുവർ ഇൻട്രൊഡക്ഷൻ. നിങ്ങളുടെ ഇൻട്രൊഡക്ഷൻ ആവശ്യമായിട്ടുള്ള പ്രധാനപ്പെട്ട പോയിൻറ്റുകൾ നിങ്ങൾ നോട്ട് ചെയ്യുന്നു. യു മേ കംപ്ലീറ്റ് ദ ഫോളോയിങ് ചാർട്ട് ആൻഡ് യൂസ് ഇറ്റ്. ഈ ഒരു താഴെ തന്നിരിക്കുന്ന ആ ഒരു ചാർട്ട് അതിലുള്ള പോയിൻറ്റ്സൊക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ആ ഇൻട്രൊഡക്ഷന് വേണ്ടിയിട്ട് യൂസ് ചെയ്യാമെന്നാണ് പറയുന്നത്. അപ്പോൾ ഇതൊക്കെ വെച്ചുകൊണ്ട് നമുക്ക് ഒരു ഇൻട്രൊഡക്ഷൻ എഴുതി നോക്കാം. ഈ ഒരു ഇൻട്രൊഡക്ഷൻ എന്ന് പറയുന്നത് ഈ ഒരു പാഠത്തിൻ്റെ
ഏതാണ്ട് ഒരു സമ്മറി തന്നെയാണ് കേട്ടോ. ഇത് മനസ്സിലാക്കിയാൽ തന്നെ, ഈ ഇൻട്രൊഡക്ഷൻ മനസ്സിലാക്കിയാൽ തന്നെ ഈ ഒരു പാഠഭാഗത്തെക്കുറിച്ചുള്ള ഒരു ഐഡിയ നമുക്ക് ക്ലിയർ ആയിട്ട് കിട്ടും. നമുക്ക് ആൻസർ എങ്ങനെ എഴുതേണ്ടതെന്ന് നോക്കാം. വെൽക്കം ടു എ ബ്രീഫ് ഇൻട്രൊഡക്ഷൻ ടു ഡ്രീംസ് റിയലൈസ്ഡ്, ആൻ ആർട്ടിക്കിൾ ബൈ ഗാന്ധിജീസ് പേഴ്സണൽ സെക്രട്ടറി മഹാദേവ് ദേശായി. അപ്പോൾ ഗാന്ധിജിയുടെ പേഴ്സണൽ സെക്രട്ടറിയായ മഹാദേവ് ദേശായിയുടെ ആർട്ടിക്കിളായ ഡ്രീംസ് റിയലൈസ്ഡ് എന്നതിൻ്റെ ഒരു ബ്രീഫ് ഇൻട്രൊഡക്ഷനിലേക്ക് സ്വാഗതം. ഇറ്റ് ഈസ് വൺ ഓഫ് ദ ലെസൺ ഇൻ ദ ക്ലാസ് 9 ഇംഗ്ലീഷ് റീഡർ വിച്ച് എക്സ്പ്ലോർ ദ ഇൻസ്പയറിംഗ് ജേർണി ഓഫ് മഹാത്മാഗാന്ധി ടു ഇംഗ്ലണ്ട്. അപ്പോൾ ഇതെന്ന് പറയുന്നത്, ഈ ഡ്രീംസ് റിയലൈസ്ഡ് എന്ന് പറയുന്നത് 9ാം ക്ലാസ്സിലുള്ള ഒരു ഇംഗ്ലീഷ് പാഠപുസ്തകത്തിലുള്ളതാണ്. കൂടാതെയോ ഇതിലെന്തൊക്കെയാണ് പറയുന്നത്? വിച്ച് എക്സ്പ്ലോർ ദ ഇൻസ്പയറിംഗ് ജേർണി ഓഫ് മഹാത്മാഗാന്ധി. മഹാത്മാഗാന്ധിയുടെ ഇംഗ്ലണ്ട് യാത്രയിലെ അനുഭവങ്ങൾ, കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു ഭാഗത്ത് പറയുന്നത്. ഡ്യൂറിങ് ദിസ് ജേർണി ഹി അറ്റൻഡഡ് സെവറൽ മീറ്റിംഗ്സ് ആൻഡ് ഇൻ വൺ മീറ്റിംഗ് ഇൻ ഫ്രാൻസ് students warmly welcomed him as the spiritual ambassador of India. അപ്പോൾ ഈ ഒരു യാത്രയിൽ ഗാന്ധിജി എന്ത് ചെയ്തിട്ടുണ്ട്? ഒരുപാട് മീറ്റിങ്ങുകൾ അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത്തരത്തിൽ തന്നെ ഫ്രാൻസിലുണ്ടായ ഒരു മീറ്റിങ്ങിൽ കുട്ടികൾ എന്ത് ചെയ്തു? ഗാന്ധിജിയെ വളരെ വാംലി വെൽക്കം ചെയ്യുകയും അദ്ദേഹത്തെ ഇന്ത്യയുടെ സ്പിരിച്വൽ അംബാസിഡർ എന്ന രീതിയിൽ അദ്ദേഹത്തെ അഭിസംബോധന ചെയ്യുകയും ചെയ്തു, അല്ലേ? ഇന്ത്യയുടെ ആത്മീയ നേതാവ് എന്ന രീതിയിൽ അദ്ദേഹത്തെ അഭിസംബോധന ചെയ്യുകയും ചെയ്തു. They regarded him as one who brought light to exploitation, blinded West, and relief and hope to war-weary Europe. അവർ എങ്ങനെയൊക്കെയാണ് ഗാന്ധിജിയെ അവർ അഭിസംബോധന ചെയ്തത്? ഗാന്ധിജിയെ അവർ കണ്ടിരുന്നത് എങ്ങനെയാണ്? ചൂഷണം കൊണ്ട് അന്ധത ബാധിച്ച പാശ്ചാത്യ ലോകത്തിന് വെളിച്ചം കൊണ്ടുവരുന്ന ഒരു മഹാനായും യുദ്ധം കൊണ്ട് വലഞ്ഞ യൂറോപ്യൻ രാജ്യത്തിന് ഒരു പ്രത്യാശയായിട്ടായിരുന്നു അവർ ഗാന്ധിജിയെ കണ്ടിരുന്നത്. He addressed the students as friends and expounded his message of non-violence to them. അപ്പോൾ ഗാന്ധിജി അവരെ അഡ്രസ്സ് ചെയ്തിരുന്നത് ഫ്രണ്ട്സ് എന്നാണ്. കൂടാതെ അദ്ദേഹം വളരെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ അദ്ദേഹത്തിൻ്റെ നോൺ വയലൻസ് എന്ന ആ ഒരു സന്ദേശം കുട്ടികളിലേക്ക് പറഞ്ഞു കൊടുക്കുകയും ചെയ്തു. എംഫസൈസിങ് ദ ഇമ്പോർട്ടൻസ് ഓഫ് എ സ്ട്രോങ് മൈൻഡ് ആൻഡ് ഗുഡ് ക്യാരക്ടർ. അത് പറയുന്നതോടൊപ്പം തന്നെ ഒരു വളരെ സ്ട്രോങ് ആയ ഒരു മൈൻഡും നല്ലൊരു ക്യാരക്ടറിൻ്റെയും പ്രാധാന്യം ഈ നോൺ വയലൻസിലുള്ള വ്യക്തിക്ക് എത്രത്തോളം ഉണ്ടാവണം എന്നുള്ളതിനെക്കുറിച്ചൊക്കെ അദ്ദേഹം ഊന്നി പറഞ്ഞു. ഹി ടോൾഡ് ദം ദാറ്റ് എ നോൺ വയലൻറ്റ് പേഴ്സൺ വിത്ത് സ്ട്രോങ് ഹാർട്ട് ഷോസ് ഗ്രേറ്റർ ബ്രേവറി ദാൻ വൺ വിത്ത് സ്ട്രോങ് മസിൽ. അപ്പോൾ ഗാന്ധിജി പറയാണ്, സ്ട്രോങ് മസിലുള്ള ഒരാളേക്കാൾ ഈ ഒരു നോൺ വയലൻ്റ് ആയിട്ടുള്ള ഒരു പേഴ്സൺ അവരുടെ ആ ഒരു മനസ്സിൻ്റെ സ്ട്രോങ് ഹേർട്ട് എന്ത് ചെയ്യാൻ പറ്റും? സ്ട്രോങ് ഹാർട്ട് ഷോസ് ദ ഗ്രേറ്റർ ബ്രേവറി. അതാണ് കൂടുതൽ ധീരമായ കാര്യം. അതായത് സ്ട്രോങ് ആയ ഒരു മസിലുള്ള ആൾക്കാരേക്കാൾ സ്ട്രോങ് ആയ ഒരു ഹാർട്ടുള്ള ഒരു നോൺ വയലൻ്റ് പേഴ്സണാണ് ധീരതയുടെ കാര്യത്തിൽ മുന്നിട്ട് നിൽക്കുന്നത് എന്നാണ് ഗാന്ധിജി പറയുന്നത്. ഹി എക്സ്പ്ലെയിൻ ദാറ്റ് ട്രൂ എഡ്യൂക്കേഷൻ ഈസ് അബൌട്ട് ബിൽഡിംഗ് ക്യാരക്ടർ, നോട്ട് ജസ്റ്റ് ഫില്ലിംഗ് ദ ബ്രെയിൻ വിത്ത് ഫാക്ട്സ് ആൻഡ് ഫിഗേഴ്സ് ഓർ പാസിംഗ് എക്സാം. അപ്പോൾ ഗാന്ധിജി എക്സ്പ്ലെയിൻ ചെയ്യുകയാണ്, ട്രൂ എഡ്യൂക്കേഷൻ, യഥാർത്ഥ എഡ്യൂക്കേഷൻ, വിദ്യാഭ്യാസം എന്ന് പറയുന്നത് സ്വഭാവ രൂപീകരണമാണ്. അല്ലാതെ എന്തല്ല നമ്മുടെ തലച്ചോറുകളിൽ ഫാക്ട്സും ഫിഗേഴ്സും തത്വങ്ങളും നമ്പേഴ്സൊക്കെ കുത്തി നിറച്ച് എക്സാമിന് പാസ്സാകുക എന്നുള്ളതല്ല. When Charlie Chaplin requested to meet Gandhiji, he agreed upon learning about Chaplin that he came from people, lived for them and made millions laugh. അപ്പോൾ നമ്മുടെ ചാർലി ചാപ്ലിൻ ഗാന്ധിജിയെ കാണണം എന്നുള്ള ആ ഒരു റിക്വസ്റ്റ് ചെയ്ത സമയത്ത് ഗാന്ധിജി ചാർലി ചാപ്ലിൻ എന്താണെന്ന് മനസ്സിലാക്കുകയും അദ്ദേഹം സാധാരണ ജനങ്ങളിൽ നിന്ന് വന്നവരാണെന്നും സാധാരണക്കാർക്ക് വേണ്ടി ജീവിക്കുകയും കോടിക്കണക്കിന് ആൾക്കാരെ തൻ്റെ സിനിമയിലൂടെ ചിരിപ്പിക്കുകയും ചെയ്യുന്ന വ്യക്തിയാണെന്ന് മനസ്സിലാക്കി. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ കാണാനുള്ള അനുവാദം നൽകുകയും ചെയ്തു. ചാപ്ലിൻസ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ വാസ് വൈ ഗാന്ധി ഒപ്പോസ്ഡ് മെഷീനറി. അപ്പോൾ അവിടെ ചാപ്ലിൻ്റെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ തന്നെ ഗാന്ധിജി എന്തുകൊണ്ടാണ് യന്ത്രവൽക്കരണത്തിന് എതിരെ നിൽക്കുന്നത് എന്നതായിരുന്നു. ഗാന്ധിജി എക്സ്പ്ലെയിൻ ദാറ്റ് ഇന്ത്യാസ് പെസൻസ് വെയർ അൺഎംപ്ലോയ്ഡ് ഫോർ ഹാഫ് ദ ഇയർ ആൻഡ് ദെയർഫോർ ഹി പ്രൊപ്പോസ്ഡ് യൂസിങ് ദ സ്പിന്നിങ് വീൽ to provide work and self-sufficiency to them
ഇൻ ഫുഡ് ആൻഡ് ക്ലോത്തിങ്. അപ്പോൾ ഗാന്ധിജി അതിനുള്ള മറുപടി എങ്ങനെയാണ് വിവരിച്ച് നൽകിയത്? ഇന്ത്യയിലെ കർഷകർ 6 മാസത്തോളമായിട്ട് തൊഴിലില്ലായ്മ അനുഭവിക്കുകയാണ്. അതുകൊണ്ട് തന്നെ അവർ ഗാന്ധിജി എന്ത് ചെയ്തു? ഈ ഒരു സ്പിന്നിങ് വീല് പ്രൊവൈഡ് ചെയ്ത് അവർക്ക് വർക്ക് നൽകുകയും അങ്ങനെ ഫുഡിൻ്റെയും ക്ലോത്തിൻ്റെയും കാര്യത്തിൽ രാജ്യം സ്വയം പര്യാപ്തമാക്കുകയും ചെയ്യുക എന്നതാണ് ഗാന്ധിജിയുടെ ഉദ്ദേശം എന്നുള്ളത് ഗാന്ധിജി എന്ത് ചെയ്തു? എക്സ്പ്ലെയിൻ ചെയ്തു കൊടുത്തു. നെക്സ്റ്റ് നമ്മുടെ വുമൻ്റെ ഫ്രീഡം സ്ട്രഗിളിൽ നമ്മുടെ ഇന്ത്യൻ സ്ത്രീജനങ്ങൾക്കുണ്ടായ പങ്കിനെക്കുറിച്ചാണ് അടുത്തതായിട്ട് ഗാന്ധിജി പറയുന്നത്. ഗാന്ധിജി ഓൾസോ പ്രൈസ് ദ ഹീറോയിക് റോൾസ് ഓഫ് വുമൻ ഇൻ ഇന്ത്യ ഫ്രീഡം സ്ട്രഗിൾ. അപ്പോൾ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്ത സ്ത്രീകളുടെ ഹീറോയിക് റോൾസിനെ കുറിച്ചൊക്കെ ഗാന്ധിജി എന്ത് ചെയ്തു? പുകഴ്ത്തി പറഞ്ഞു അല്ലേ. വുമൻ ഇൻക്ലൂഡിംഗ് ദ പുവർ ആൻഡ് അൺഎഡ്യൂക്കേറ്റഡ് പാർട്ടിസിപ്പേറ്റഡ് ഇൻ ദ പ്രൊസഷൻസ് ആൻഡ് പ്രൊട്ടസ്റ്റ്, ഡിഫൈഡ് ലോസ് ആൻഡ് പോലീസ് ബ്രൂട്ടാലിറ്റി വിത്ത് റിമാർക്കബിൾ കറേജ്. അപ്പോൾ അസാധാരണക്കാരായ സ്ത്രീകൾ വിദ്യാഭ്യാസമൊന്നുമില്ല, അൺഎഡ്യൂക്കേറ്റഡ് ആയ സ്ത്രീകളാണ് ഇത്തരം പ്രകടനങ്ങളിൽ പങ്കെടുക്കുകയും നമ്മുടെ ബ്രിട്ടീഷ് ഗവൺമെൻറ്റിൻ്റെ നിയമങ്ങളൊക്കെ നിരസിക്കുകയും പോലീസിൻ്റെ ബ്രൂട്ടാലിറ്റിക്ക് ഇരയാവുകയൊക്കെ ചെയ്തത്. They came into the forefront of freedom struggle and filled the jail when many organizations were banned and leaders were imprisoned. അപ്പോൾ ഒരുപാട് ഓർഗനൈസേഷൻസ്, നമ്മുടെ ഫ്രീഡം ഫൈറ്റിനായിട്ടുള്ള ഓർഗനൈസേഷൻസ് ബ്രിട്ടീഷ് ഗവൺമെൻറ് ബാൻ ചെയ്ത് അവരെയൊക്കെ ജയിലിൽ നിറച്ച സമയത്ത് സ്ത്രീകളായിരുന്നു മുന്നോട്ട് വന്നിരുന്നത്. ഗാന്ധിജി ബിലീവ്ഡ് ഇന്ത്യാസ് ഇൻഡിപെൻഡൻസ് വാസ് എ ബർത്ത് റൈറ്റ്, നോട്ട് സംതിങ് ടു ബി ബാക്ക്ഡ് ഫോർ ഓർ ഗിഫ്റ്റഡ് ബൈ അനദർ നാഷൻ. ഗാന്ധിജി വിശ്വസിക്കുന്നത് ഇന്ത്യയുടെ സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് അവരുടെ ജന്മാവകാശമാണ്. അത് ഒരിക്കലും മറ്റുള്ളവർ ഒരു ദാനമായി നൽകേണ്ടതോ ഒരു ഗിഫ്റ്റായിട്ട് നൽകേണ്ടതോ അല്ല. ഹി നെവർ ഡിസൈഡ് ഫോർ ദ കൈൻഡ് ഓഫ് ഫ്രീഡം ദാറ്റ് മൈറ്റ് ലീഡ് ടു എക്സ്പ്ലോയിറ്റിംഗ് എനി റേസ് ഓർ ഇൻഡിവിജ്വൽ. ഗാന്ധിജി ഒരിക്കലും നമുക്ക് കിട്ടുന്ന സ്വാതന്ത്ര്യം ഏതെങ്കിലും ഒരു വ്യക്തിയെയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കാസ്റ്റിനെയോ ചൂഷണം ചെയ്യുന്ന രീതിയിലുള്ള സ്വാതന്ത്ര്യം ആയിരിക്കരുതെന്നൊക്കെ ഗാന്ധിജി എന്ത് ചെയ്യുന്നുണ്ട്? ആഗ്രഹിക്കുന്നുണ്ട് അല്ലേ. ദെൻ thank you for joining us for this program. We hope you find inspiration in Gandhiji's everlasting message of non-violence, true education and self-reliance through hard work. അപ്പോൾ ഈ ഒരു കൺക്ലൂഷനും കൂടെ കൊടുത്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം? ഈ ഒരു ഇൻട്രൊഡക്ഷൻ നമുക്കിവിടെ അവസാനിപ്പിക്കാം. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. നമ്മുടെ സെക്കൻഡ് ക്വസ്റ്റ്യൻ ആയിട്ട് ഇതിൽ വന്നിരിക്കുന്നത്, ഇമാജിൻ യു ആർ വൺ ഓഫ് ദ വുമൻ ഹൂ ടുക്ക് പാർട്ട് ഇൻ ദ ഫ്രീഡം സ്ട്രഗിൾ. ഫ്രീഡം സ്ട്രഗിളിൽ ഉൾപ്പെട്ട ഒരു സ്ത്രീയാണ് നിങ്ങളെന്ന് ഇമാജിൻ ചെയ്യുക, സങ്കല്പിക്കുക. പ്രിപ്പയർ എ റൈറ്റ് അപ്പ് ഓൺ ദ ഹാർഡ്ഷിപ്പ് ഫേസ്ഡ് ബൈ യുവർ ഫ്രണ്ട്സ് ആൻഡ് യുവർ സെൽഫ്. അപ്പോൾ നിങ്ങൾ ആ ഒരു ഫ്രീഡം സ്ട്രഗിൾ നിങ്ങൾ എങ്ങനെയാണ് ഫേസ് ചെയ്തത്, നിങ്ങളുടെ ഫ്രണ്ട്സിനോടൊപ്പം നിങ്ങളും നിങ്ങളുടെ ഫ്രണ്ട്സും അതെങ്ങനെയാണ് ഫേസ് ചെയ്തത് എന്നുള്ളത് ഒരു റൈറ്റപ്പാണ് നമ്മളിവിടെ എഴുതേണ്ടത്. അപ്പോൾ നമ്മൾ ബിഗിൻ ചെയ്യേണ്ടത് എങ്ങനെയാണെന്നൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. യു മേ ബിഗിൻ ലൈക്ക് ദിസ്. ഗാന്ധിജി കോൾ ടു ദ വുമൻ ഓഫ് ഇന്ത്യ ബ്രോട്ട് മീ ഔട്ട് ഓഫ് ദ 4 വാൾസ് ഓഫ് മൈ ഹോം എന്നൊക്കെ പറഞ്ഞിട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇതിൽ നമുക്ക് എടുക്കാൻ വേണ്ടി പറ്റുന്ന പോയിൻറ്റ്സ് എക്സ്പ്രഷൻസ് കാര്യങ്ങളൊക്കെ ഇതിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ വെച്ചുകൊണ്ട് തന്നെ ഈ റൈറ്റപ്പ് എങ്ങനെയാണ് എഴുതേണ്ടതെന്ന് നമുക്ക് നോക്കാം. നമ്മൾ ഒരു റൈറ്റപ്പ് നമ്മൾ എഴുതുമ്പോൾ ആദ്യം നമ്മൾ എന്ത് ചെയ്യേണ്ടതുണ്ട്? ആ ഒരു ഹെഡിങ് നമ്മൾ കൊടുക്കണം അല്ലേ. അപ്പോൾ ഇവിടെ നമ്മൾ ഹെഡിങ് കൊടുക്കാൻ വേണ്ടി പോകുന്നത്? ഇന്ത്യൻ വുമൻ എംപവർമെൻറ്റ്സ് ഓഫ് ബ്രേവറി ആൻഡ് ഡെഡിക്കേഷൻ. ഈ ഒരു ഹെഡിങ് കൊടുത്തതിന് ശേഷം നമുക്ക് കണ്ടൻറ്റിൽ കിടക്കാം. ആദ്യം ഒരു ആമുഖമായിട്ടൊരു പാരഗ്രാഫ് പറഞ്ഞ് നമുക്ക് കണ്ടൻറ്റുകൾ പറഞ്ഞ് പോവാം. ഗാന്ധിജീസ് കോൾ ടു ദ വുമൻ ഓഫ് ഇന്ത്യ ബ്രോട്ട് മീ ഔട്ട് ഓഫ് ദ 4 വാൾ ഓഫ് മൈ ഹോം ആൻഡ് ഇൻ ടു ദ ഫോർഫ്രണ്ട് ഓഫ് ദ ഫ്രീഡം സ്ട്രഗിൾ. Inspired by his message of non-violence, my friends and I stood unflinchingly against the British authorities. അപ്പോൾ ഇവിടെ എന്താണ് പറയുന്നത്? നമ്മളതിൽ പങ്കെടുത്ത പോലെയാണ് എഴുതുന്നത് അല്ലേ. അപ്പോൾ ഗാന്ധിജി വീട്ടിൻ്റെ അകത്തിരിക്കുന്ന സ്ത്രീകളെ ഫ്രീഡം സ്ട്രഗിളിന് വേണ്ടി വിളിച്ചപ്പോൾ ഗാന്ധിജിയുടെ മെസ്സേജിൽ ഇൻസ്പയർ ആയിട്ട് നമ്മൾ എന്ത് ചെയ്തു? ആ നോൺ വയലൻസ് എന്ന മെസ്സേജിൽ ഇൻസ്പയർ ആയിട്ട് ഞാനും എൻ്റെ ഫ്രണ്ട്സൊക്കെ എന്ത് ചെയ്തു? അൺഫ്ലിഞ്ചിങ്ലി എഗെയിൻസ്റ്റ് ദ ബ്രിട്ടീഷ് അതോറിറ്റിക്കെതിരെ അൺഫ്ലിഞ്ചിങ്ലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മീനിങ് നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ടല്ലോ. എന്താണ്? വിത്തൗട്ട് ഫിയറിങ്, യാതൊരു ഭയവുമില്ലാതെ നമ്മൾ ബ്രിട്ടീഷ് അതോറിറ്റിയുടെ മുമ്പിൽ നിന്നു. വി ഡിഫൈഡ് ദ ലോ വിത്ത് സ്ട്രോങ് ഹാർട്ട്സ്.
അല്ലേ, നമ്മൾ അവരുടെ ബ്രിട്ടീഷുകാരുടെ ആ നിയമങ്ങളെ നിരസിച്ചു. ടേക്കിംഗ് പാർട്ട് ഇൻ പ്രൊസഷൻസ് ആൻഡ് പ്രൊട്ടസ്റ്റ്, നമ്മൾ പ്രകടനങ്ങളിൽ പങ്കെടുത്തു. ഡെസ്പൈറ്റ് ദ ത്രെറ്റ് ഓഫ് ബ്രൂട്ടാലിറ്റി വി ബോർ ലാത്തി ബ്ലോസ് ബ്രേവ്ലി, ഓഫൻ ബ്ലീഡിങ് പ്രൊഫ്യൂസ്ലി ബട്ട് നെവർ ലൂസിങ് അവർ ഡിറ്റർമിനേഷൻ ആൻഡ് ഡെഡിക്കേഷൻ. അതായത് ഈ ഒരു പ്രകടനമൊക്കെ പങ്കെടുക്കുകയും ആ ഒരു പോലീസ് ബ്രൂട്ടാലിറ്റിയിൽ നമ്മൾ ലാത്തിയുടെ അടി നമ്മുടെ തലകളിലൊക്കെ കൊള്ളുകയും രക്തം ധാരാളമായി വാർന്നൊലിക്കുകയും ചെയ്തു. എന്നിട്ടും നമ്മൾ നമ്മുടെ ആ ഒരു ഉറച്ച തീരുമാനത്തിൽ നിന്നും ഡെഡിക്കേഷനിൽ നിന്നും ഒരു തരി പോലും പിന്നോട്ട് പോയിട്ടില്ല. മെനി ഓഫ് us fill the jails without raising a finger in retaliation, demonstrating our commitment to Gandhiji's principle. അപ്പോൾ ഒരുപാട് ആൾക്കാർ എന്ത് ചെയ്തു, ജയിലിൽ അകപ്പെട്ടു അല്ലേ, അതിനൊന്നെതിരെ ഒരു ചെറുവിരൽ പോലും നമ്മൾ അനക്കിയിട്ടുണ്ടായിരുന്നില്ല. Then even the poorest and uneducated among us showed remarkable courage, standing up to police brutality with unwearying ബ്രേവറി. അപ്പം നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന വിദ്യാഭ്യാസം പോലുമില്ലാത്ത സ്ത്രീകൾ പോലും അവരെന്ത് ചെയ്തു, വളരെ എടുത്തു പറയത്തക്ക രീതിയിലുള്ള ആ ഒരു ധൈര്യം പോലീസുകാരുടെ ആ ഒരു ബ്രൂട്ടാലിക്ക് മുന്നിൽ കാണിച്ചു. ത്രൂ അവർ ആക്ഷൻസ് വി ഹോപ്ഡ് to inspire future generation to continue the fight for justice and equality. നമ്മുടെ ഇത്തരം പ്രവർത്തനത്തിലൂടെ നമ്മൾ എന്ത് പ്രത്യാശിക്കുന്നു, വരും തലമുറ കൂടി നമ്മുടെ രാജ്യത്തിന് വേണ്ടിയിട്ടുള്ള നീതിക്കും സമത്വത്തിനും വേണ്ടിയിട്ട് ഫൈറ്റ് ചെയ്യുന്നത് തുടരുക തന്നെ ചെയ്യുമെന്ന് ഞാൻ പ്രത്യാശിക്കുന്നു. അപ്പോൾ ഈ ഒരു രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാം, ഈ റൈറ്റപ്പ് നമുക്ക് എഴുതാം. ഇനി നമുക്ക് അടുത്ത ആക്ടിവിറ്റി എന്താണെന്ന് നോക്കാം. ഓക്കെ, ഈ ഭാഗത്തുള്ള നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഒരു ക്വസ്റ്റ്യനറാണ്. ഇമാജിൻ ദാറ്റ് ഗാന്ധിജി ഈസ് ഇൻ്റർവ്യൂഡ് ബൈ സം ഓഫ് ദ ഫ്രഞ്ച് സ്റ്റുഡൻസ് ഹൂ ഓർഗനൈസ് ദ റിസപ്ഷൻ. അല്ലേ, ആ ഒരു സ്വീകരണം സംഘടിപ്പിച്ച ഫ്രഞ്ച് കുട്ടികൾ ഗാന്ധിജിയോട് എന്ത് ചെയ്യുന്നു, കുറച്ച് ക്വസ്റ്റ്യൻസ്, ഒരു ഇൻ്റർവ്യൂ നടത്തുന്നു അല്ലേ. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് നമ്മൾ ഫ്രെയിം ചെയ്യാണ് വേണ്ടത്. ഇതാണ് ഈ ഭാഗത്തുള്ള അടുത്ത ക്വസ്റ്റ്യൻ. അപ്പോൾ ഈ കാര്യങ്ങൾ നമുക്കൊന്ന് എങ്ങനെയൊക്കെയാണ്, എന്തൊക്കെ രീതിയിലാണ് ക്വസ്റ്റ്യൻസ് നമുക്ക് ചോദിക്കാൻ പറ്റുകയെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, ഇവിടെ ഇപ്പോൾ ഫ്രഞ്ച് സ്റ്റുഡൻസ് ഗാന്ധിജിയോട് ചോദിക്കാനുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ഞാനിവിടെ തയ്യാറാക്കിയിട്ടുണ്ട്. നിങ്ങൾക്കും നിങ്ങളുടേതായ ആശയങ്ങളൊക്കെ വെച്ച് ആ പാഠഭാഗത്തെ മുൻനിർത്തിയിട്ട് നിങ്ങൾക്കും നിങ്ങളുടേതായ ക്വസ്റ്റ്യൻസ് ആഡ് ചെയ്യാം. അപ്പോൾ ഞാൻ ഈ ക്വസ്റ്റ്യൻസ് എന്തൊക്കെയാണെന്ന് ഇവിടെ വായിച്ചു പോവാം. വൈ ഡു യു ബിലീവ് നോൺ വയലൻസ് ഈസ് എ സ്ട്രോങ് വെപ്പൺ? വാട്ട് ഈസ് ട്രൂ എഡ്യൂക്കേഷൻ ഇൻ യുവർ ഒപ്പീനിയൻ? What are the qualities of a good leader? How can you stay strong during hard times? Would you give an example of the positive results brought by non-violence? What is the role of women in India's future? How can students help with India's struggle for freedom? What is your message for young people? What do you think India should be like after independence? അപ്പോൾ ഒരു 9ഓളം ക്വസ്റ്റ്യൻസ് ഞാനിവിടെ തന്നിട്ടുണ്ട്. ഇതുപോലെ നിങ്ങൾക്കും ഇനിയും അതിൽ നോക്കിയിട്ട് ആ പാഠഭാഗത്ത് നോക്കിയിട്ട് മാക്സിമം ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ഉണ്ടാക്കാം. അപ്പോൾ ഇത്രയും ഈ ഒരു നമ്മുടെ ലെറ്റ്സ് റീകോൾ ആൻഡ് റിക്രിയേറ്റിലെ 3rd ക്വസ്റ്റ്യനും കൂടി എടുത്തിട്ട് നമുക്ക് ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാം. ബാക്കിയുള്ള ആക്ടിവിറ്റീസ് നമുക്ക് അടുത്ത ക്ലാസ്സിലായിട്ട് ചെയ്യാം. ഓക്കെ, വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൻ്റെ കാര്യം മറന്നു പോകരുത്.